ഹരിയുടെ വരികളും വാക്കുകളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അമ്മയുടെ മോനെ ദ്രോഹിച്ച ഓരോ രാത്രികളിലും ആ വരികളൊക്കെ ഞാൻ വായിക്കായിരുന്നു. മുറിവിൽ മരുന്ന് വെക്കുന്ന സുഖത്തില് അതൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഹരി എന്നെ പ്രാന്തമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പൊ മാത്രമാണ് ഞാൻ അറിഞ്ഞ. അമ്മ ഹരിയോട് പറയട്ടെ വിവാഹത്തിന് നിനക്ക് സമ്മതമാണെന്ന്? വേണ്ട. എനിക്ക് സമ്മതമല്ല. ഇതെന്താ അമ്മേ, കുട്ടിക്കളിയാണോ? ഹരിയുടെ വീട്ടില്, ഹരി കിടക്കുന്ന അതേ വീട്ടില് വീണയുണ്ട്, കല്യാണിയുടെ അമ്മ. ആ സ്ഥാനം ഞാൻ എങ്ങനെ തട്ടിപ്പറിക്കും? അത് മാത്രല്ല, ഞാൻ കേട്ട ജീവന്റെ ശബ്ദം, ഞാൻ കണ്ട ജീവന്റെ മുഖം. അമ്മ എങ്ങനെയൊക്കെ നിഷേധിച്ചാലും അതെന്റെ ഉള്ളിലുണ്ടാവും അമ്മേ. ഒരു കാര്യം സത്യമാണമ്മേ, ഭർത്താവ് ജീവിച്ചിരിക്കുന്നു, മരിച്ചു പോയെന്നറിയാതെ ജീവിക്കുന്ന പെണ്ണാ ഞാൻ. താലി കെട്ടിയ പെണ്ണ് ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ഹരി. ഞങ്ങൾ തമ്മിൽ കൂടിച്ചേരലില്ല, ഒരിക്കലും ഉണ്ടാവില്ലമ്മേ. അമ്മ നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ല. മോളോടുള്ള എന്റെ സ്നേഹത്തിന്റെ അളവും നീ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്റെ മോള് ഇതിന് സമ്മതിക്കണം. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കും. അയ്യോ അയ്യോ അമ്മേ, അമ്മ എന്തീ കാണിക്കുന്ന? ഇതിൽ കൂടുതൽ അപേക്ഷിക്കാൻ എനിക്കറിയില്ല. ഈ വിവാഹത്തിന് നീ സമ്മതിച്ചേ പറ്റൂ.